അത് ഏതാ സെഞ്ചുറി ഒന്നും എനിക്ക് ഓർമ്മയില്ല. സാമൂതിരിയുടെ ഭരണകാലത്ത് നടന്ന കഥയാണ്. സാമൂതിരിയും വള്ളുവക്കോനാതിരിയും തമ്മിൽ എപ്പോഴും എനിമിറ്റിയാണ്. വള്ളുവക്കോനാതിരി എന്ന് പറയുന്നത് പണ്ടത്തെ വള്ളുവനാട് രാജ്യത്തിൻ്റെ ഭരണാധികാരി. അതായത് വള്ളുവനാട് എന്ന് പറഞ്ഞാൽ ഇപ്പോഴത്തെ പാലക്കാട് ഡിസ്ട്രിക്റ്റും ഏറനാടും കൂടി ചേർന്ന സ്ഥലം. ഏറനാട് ഒരു ഭാഗം, അതായത് മണ്ണാർക്കാട്, പെരിന്തൽമണ്ണ, ഇങ്ങനെയുള്ള സ്ഥലം. ആ ഭാഗമാണ് വള്ളുവനാട് താലൂക്ക്. അവിടെ നിന്ന് ഇങ്ങോട്ട് കോഴിക്കോട്ടേക്ക് വന്നു. ഈ വള്ളുവ കോനാതിരിയും സാമൂതിരിയും തമ്മിൽ ശത്രുക്കളാണ്. മാമാങ്കം എന്ന് പറയുന്ന ഒരു ഇതുണ്ട്. അവരുടെ ശക്തി പരീക്ഷിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ഇതാണ് വള്ളുവ കോനാതിരിയുടെ. ഇപ്പോഴും അവിടെ വെച്ചിട്ടാണ് ഇവർ തമ്മിൽ യുദ്ധം ഉണ്ടാവുക. ഇപ്പോഴത്തെ രാമനാട്ടുകര അല്ല, എന്താ തിരുനാവായ വലിയിരുന്ന സ്ഥലം ഉണ്ടല്ലോ, അവിടെയാണ് മാമാങ്കം നടന്നിരുന്ന സ്ഥലം. സാമൂതിരിപ്പാട്ടിനെ ഒരിക്കൽ മാമാങ്ക തറയിൽ വെച്ചിട്ട് വള്ളുവ കോനാതിരിയുടെ ഒരു ചാവേർ പട വെട്ടാൻ വാൾ ഓങ്ങിയിട്ടുണ്ട്. വെട്ടുകൊള്ളും എന്ന് ആ സന്ദർഭത്തിൽ സാമൂതിരിയുടെ പടനായകൻ മങ്ങാട്ടച്ചൻ തൻ്റെ വാളെടുത്ത് അവനെ കൊന്നു. അങ്ങനെ സാമൂതിരിയെ രക്ഷിക്കുന്നുണ്ടായിട്ടുണ്ട്. പഴയ കഥയാട്ടോ. അപ്പോൾ വള്ളുവ കോനാതിരിക്ക് തൻ്റെ ശക്തി മുഴുവൻ അങ്ങാടിപ്പുറത്തെ തിരുമന്താംകുന്ന് ഭഗവതിയുടെ വലിയ ഭക്തനായതുകൊണ്ട് ആ ഭഗവതിയുടെ ശക്തി കൊണ്ടാണ് വള്ളുവ കോനാതിരി ഇങ്ങനെ പിടിച്ചു നിന്നിരുന്നത്. സാമൂതിരിക്കൊരാഗ്രഹം വള്ളുവ കോനാതിരിയുടെ പരദേവതയായ തിരുവന്താംകുന്ന് ഭഗവതിയെ കോഴിക്കോട്ടേക്ക് കൊണ്ടുവരണം. പോയി പ്രാർത്ഥിച്ചു, ധ്യാനിച്ചു, കുറച്ചു കാലം തപസ് ചെയ്തു ഭഗവതിക്ക്. സാമൂതിരിയോട് പറഞ്ഞു ഭഗവതി, എൻ്റെ മുമ്പിൽ നടക്കണം, ഞാൻ പിന്നിൽ വരും, തിരിഞ്ഞു നോക്കരുത് എന്ന് പറഞ്ഞു. അങ്ങനെ സാമൂതിരി മുമ്പിലും ഭഗവതി പിന്നിലുമായിട്ട് വരികയാണ്. അന്ന് സാമൂതിരിയുടെ കോവിലകം കുറച്ച് വേറെ എവിടെയാണ്. ഇവിടെ എത്തിയപ്പോൾ കോഴിക്കോട് വളയനാട് കാവിൻ്റെ ഇവിടെ എത്തി. പിന്നൊന്നും ഒരു ശബ്ദവും കേൾക്കണില്ല. ഭഗവതി എന്നെ പറ്റിച്ചതായിരിക്കുമോ എന്ന് സാമൂതിരിക്ക് ഒരു സംശയം. തിരിഞ്ഞു നോക്കി. അപ്പോ ഭഗവതി ഉണ്ട്. ഭഗവതി പറഞ്ഞു, ഇനി ഞാൻ വരില്ല, എന്നോട് പറഞ്ഞ വാക്ക് തെറ്റിച്ചു. അപ്പോൾ സാമൂതിരി സാഷ്ടാംഗ അപരാധമൊക്കെ പറഞ്ഞു. ഭഗവതി പറഞ്ഞു, എൻ്റെ ഈ വള ഞാൻ മേലോട്ടെറിയൻ. ഈ വള വന്ന് വീഴുന്ന സ്ഥലത്ത് എൻ്റെ സാന്നിധ്യം ഉണ്ടാവും. അവിടെ ഒരു ക്ഷേത്രം പണിത് എൻ്റെ വിഗ്രഹം പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിച്ചാൽ എല്ലാ അനുഗ്രഹങ്ങളും ഉണ്ടാവും. അങ്ങനെ ഒരു വളയെടുത്ത് എറിഞ്ഞു ആകാശത്തേക്ക്. ആ വള വീണ സ്ഥലമാണ് വളയനാട് എന്ന പേരിൽ അറിയപ്പെട്ടത്. ആ വള വീണ സ്ഥലത്ത് സാമൂതിരി ക്ഷേത്രം പണിതു. അതിനാണ് നമ്മൾ തൊഴാൻ പോകുന്ന ശ്രീവളയനാട് ദേവി ക്ഷേത്രം.